പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ക്യുക്കായിട്ട് വളരെ പെട്ടെന്ന് പോയി വന്ന ഒരു കോവളം ബീച്ചിൻ്റെയും ട്രിവാൻഡ്രം യാത്രയുടെയൊക്കെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണിത്. ഒന്നും പ്ലാൻഡ് അല്ലാതെ മോനൊരു കരാട്ടൻ്റെ അച്ഛനൊരു കരാട്ടൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു നമ്മുടെ പാലക്കാട്. അപ്പോൾ അവൻ രാവിലെ നേരത്തെ 6 മണിക്ക് തന്നെ പോയിരുന്നു. അപ്പം നമ്മൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പാലക്കാട്ടേക്ക് പോയതാണ്, മക്കളെയൊക്കെ കൂട്ടിയിട്ട്. അവൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അവനെ അവിടെ നമ്മുടെ ഭാരതമാതാ സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ചന്ദ്രനഗർ ഭാരതമാതാ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 5 മണിയൊക്കെ ആവാനായിരുന്നു. ആ സമയത്താണ് കുട്ടികൾക്ക് ട്രെയിനിൽ എങ്ങനെയെങ്കിലും ഒരു യാത്ര പോകണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പെട്ടെന്ന് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കൂട്ടം ഡ്രസ്സൊക്കെ എല്ലാവരുടെയും കരുതിയിരുന്നു. ഒന്ന് പാലക്കാട് സ്റ്റേ ചെയ്ത് മലമ്പുഴയൊക്കെ കണ്ടുവരാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, കുട്ടികൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പാലക്കാട് ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഇനി നമുക്ക് 8:15 തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം ഉണ്ട്, പഴനിയിൽ നിന്നോ മധുരയിൽ നിന്ന് മറ്റോ വരുന്ന ട്രെയിൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിന് ടിക്കറ്റ് എടുത്തു, എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഹോട്ടൽ ആര്യാസിലൊക്കെ പോയി നമ്മൾ നല്ല നെയ് റോസ്റ്റൊക്കെ കഴിച്ച് പെട്ടെന്ന്, ഒന്നും പ്ലാൻഡ് ഒന്നുമല്ല, പാലക്കാട് സ്റ്റേ ചെയ്ത് മലമ്പുഴയൊക്കെ കറങ്ങണം എന്ന് വിചാരിച്ച് വന്ന ആൾക്കാർ നേരെ ജോബീസ് മാളിൽ പോയി കുറച്ച് സ്നാക്സും പഴമൊക്കെ വാങ്ങിച്ച് നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് റെഡിയായി. പെട്ടെന്നായതുകൊണ്ട് അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത്. അത് എല്ലാവർക്കും കൂടി ഏകദേശം 585 ആ റേറ്റിലൊക്കെ ടിക്കറ്റ് റേറ്റ് വന്നുള്ളൂ, അൺറിസർവ്ഡ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വെയിറ്റിംഗ്, ഫുഡൊക്കെ കഴിച്ച് ട്രെയിൻ വെയിറ്റിംഗ് ആയിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കുറേ കാലമായിരുന്നു കുട്ടികളാണെങ്കിലും. അപ്പോൾ നമ്മളും ഇതിന് മുന്നേ കോയമ്പത്തൂർ പഠിക്കാൻ പോണ സമയത്തൊക്കെ ട്രെയിനിൽ പോകാമെന്നല്ലാതെ അങ്ങനെ ട്രെയിന് വന്നു. ഏകദേശം 8:15 തന്നെ പാലക്കാട് നിന്ന് എടുക്കും. പിന്നെ കുറച്ച് നേരം അവിടെ 9:30 വരെയൊക്കെ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 9:30 മണി വരെയൊക്കെ ഉണ്ടാവും ട്രെയിന്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നമുക്ക് സൈഡ് സീറ്റൊക്കെ തന്നെ കിട്ടി. ഒരു ഫാമിലീനെ കണ്ടിരുന്നു. അവർ ഓൾറെഡി ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവർ ഒലവക്കോട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. പാലക്കാട് നിന്ന് തന്നെ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സൈഡ് സീറ്റ് തന്നെ കിട്ടി. നമ്മൾ അടിപൊളിയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അൺപ്ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. പാലക്കാട് സ്റ്റേ ചെയ്യാനുള്ള ലഗേജല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിന് പെട്ടെന്നൊന്ന് ഒരു ദിവസത്തെ ട്രെയിനിന് പുറത്ത് ഭക്ഷണമൊന്നും വാങ്ങിക്കൊടുക്കാതെ എത്തിയപ്പോഴാണ് മനസ്സിലായി നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങളുണ്ട് അവിടെ കാണാൻ. കൊടുത്ത് വെള്ളം ഓൾറെഡി നമ്മൾ വാങ്ങിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നല്ല ബോട്ടിലുണ്ടെങ്കിൽ ഫിൽറ്റേർഡ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ ശേഖരിക്കാം. ഏകദേശം 1 മണിക്കൂർ ലേറ്റായിരുന്നു ട്രെയിന്. അതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്ക് തന്നെ നേരം വെളുക്കാനായിരുന്നു. അതല്ലെങ്കിൽ 5:45 ആ ടൈമിലൊക്കെ എത്തിയിട്ടുണ്ടാവും. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ട്രെയിൻ നല്ല സ്പീഡിൽ തന്നെ അവസാനം എവിടെയും ഷണ്ടിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി പാലക്കാട് നിന്ന് എടുക്കുന്ന അമൃതയാണെങ്കിൽ നമ്മുടെ ഷൊർണൂരൊക്കെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് മധുരയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ എവിടെയും പിടിച്ചിട്ടിട്ടൊന്നുമില്ല ട്രെയിൻ. അങ്ങനെ സ്പീഡിൽ തന്നെ പോന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ഇതിങ്ങനെ ബോട്ടിൽ ക്രഷ് ചെയ്യണതാണ്. ബോട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ബോട്ടിൽ ക്രഷായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡും KSRTC സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ ജയിൽ ഭക്ഷണശാല ഉണ്ട് കേട്ടോ. അതിൽ അടിപൊളി ചപ്പാത്തിയൊക്കെ കിട്ടും. 10 രൂപയ്ക്ക് 5 ചപ്പാത്തിയൊക്കെ കിട്ടും കേട്ടോ. അത് വാങ്ങിച്ച് നമുക്ക്
ബ്രേക്ക്ഫാസ്റ്റ് നല്ല ലോ കോസ്റ്റിൽ വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ പിന്നെ അടുത്തുനിന്ന് തന്നെ ഒരു ബീഫിൻ്റെ വിഭവവും അതുപോലെ കുട്ടികളൊക്കെ പൊറോട്ട വേണം പറഞ്ഞപ്പോൾ അവർക്ക് പൊറോട്ടയൊക്കെ വാങ്ങിച്ചു. ഫസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ഓട്ടോ നമുക്ക് കിട്ടും കേട്ടോ. സൂവിൻ്റെ ടിക്കറ്റൊക്കെ 9 മണിക്ക് ശേഷം കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ സൂവിൻ്റെ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഇത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ പാർക്കിലൊന്ന് കുട്ടികളെ വിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് നമ്മൾ സൂവിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഞായറാഴ്ച സൂവിൽ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല, മുതിർന്നവർക്ക് ആകെ 30 രൂപയ്ക്ക് ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല എന്താ പറയുക, കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് തിരുവനന്തപുരം. മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇനി പിന്നെ നമ്മൾ ഓട്ടോയിലാണ് ഞങ്ങൾ ജസ്റ്റ് അവിടെ എത്തിയിട്ട് യാത്ര ചെയ്ത്. കാറ് നമ്മൾ ഓൾറെഡി പാലക്കാട് പാർക്ക് ചെയ്തിട്ടല്ലേ വന്നേ. അപ്പോൾ ഓട്ടോയ്ക്ക് ഒരു ഓഫർ അവർ വെറുതെ ജസ്റ്റ് ഞങ്ങൾക്ക് ഓട്ടോ ചോദിച്ചപ്പോൾ ഓട്ടോയ്ക്ക് ഒരു ഓഫർ പറഞ്ഞു. 1200 സംതിങ് റുപ്പീസ് ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നമുക്ക് ചുറ്റിക്കാണാനുള്ള അവസരമുണ്ട്. രാത്രിത്തെ ട്രെയിൻ ആകുമ്പോഴേക്കും അവരവിടെ ട്രെയിനിൻ്റെ ടൈമിന് എത്തിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അധികം കറങ്ങാൻ ടൈമില്ല. ഞങ്ങൾ സൂവും കോവളം ബീച്ചും മാത്രമേ കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. ഏകദേശം 2 ദിവസമൊക്കെ നമുക്ക് തങ്ങി കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സൂവിൽ തന്നെ ആർട്ട് ഗാലറി, അതുപോലെ സൂവിൻ്റെ പരിസരത്ത് തന്നെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മിസ് ചെയ്തു. ഒന്നാമത് നമുക്ക് സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉള്ളത് കാരണം തിരിച്ചെത്തണമായിരുന്നു. ഇനി പോകുമ്പോൾ അതിപ്പോൾ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ട്രെയിൻ യാത്ര എന്നുള്ള നിലയിൽ. അതുപോലെ സൂവിൽ ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ്. 70 രൂപയ്ക്ക് ഒരു ഫാമിലി, ഉപ്പ ഉമ്മ 2 കുട്ടികളാണെങ്കിൽ 70 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. കമ്പാരിറ്റീവ്ലി നല്ലൊരു കുറവാണ് ടിക്കറ്റൊക്കെ ഫീൽ ചെയ്തത്. നമുക്ക് നിറയെ കാണാനൊക്കെ ഉണ്ട് സൂവിലാണെങ്കിലും. സൂവിലെ വിശേഷങ്ങളൊക്കെ ലൈവ് വോയിസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ കേൾക്കാം. അങ്ങനെ നമുക്ക് കോവളം ബീച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒരു സൂവിലത്തെ ഫുള്ള് മൃഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബീച്ചിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണണേ. ഏഷ്യൻ കാട്ടിന്റെ പോലെ നല്ല രോമുണ്ടല്ലേ. ഈ കണ്ണാടിയിലൊക്കെ ഉണ്ട്. ഓയ് വേഗം കണ്ടോളീന്ന്. എവിടെ? ആ കഴുകൻ ആകെപ്പാടെ ബഹളം വെക്കാണല്ലോ. പെസന്റ് എന്നാണ് അതിന് പറയാ. ഫീസന്റ് എന്നും പറയും. വെറൈറ്റി ഓളക്കണ്ണത്തിന്റെ ഭാര്യ അത് വഴിയില്ല. അങ്ങനെ ഇരിക്കും സന്യാസികളായിട്ട് ഒരു കാര്യമല്ലാതെ.
റൂം എവിടെ? ഇതതിന്റെ എണ്ണയാണ്. ഇത് പെണ്ണ്. ഇത് ഹിമാലയൻ കഴുകനാണോ? ആ ഇത് പെണ്ണ്. അതാണ് അതാ അവിടെ ഒന്നും ഇരിക്കണേ. ഉണ്ടേ മലയുടെ മേലെ വന്നിട്ട് മേലെ ഇങ്ങനെ പോയിട്ട് ഒറ്റ തട്ടല അതുവഴിയല്ല മോനോ. ഇതിലൂടെയാണ് 2 ടൈപ്പ് ഉണ്ട് ഇതില്. ഹിമാലയൻ കഴുകനും ഉണ്ട്, ബംഗാൾ വൾച്ചറും. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കൈ വെച്ചിട്ടാടാ. ഇതിന് നാർന്നു. അത് തിന്നൂല മനുഷ്യനെ? എങ്ങനെയാണ് മനുഷ്യനെ തിന്നുക? അതിന് കിട്ടിയാ തിന്നു. അതാ ആമേനെ പിടിക്കൂലേ അത്? അത് ആമ തിട്ടത്തിരിക്കണം, എന്നിട്ട് അതിനെ പിടിക്കണില്ല. പരന്നിട്ട് നീണ്ടിട്ട് മുതലങ്ങനെ പരന്നിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ എങ്ങനെ കൊള്ളുക? നമ്മളെ കൊള്ളും. നോക്ക അതിന്റെ കൊക്ക് നോക്ക് ഫാത്തിമ. വീതിയാണ് അതിന്റെ കൊക്കിന്റെ അടിഭാഗം. ഇങ്ങോട്ട് വന്നിക്കൂടൂല്ലേ അവിടെ മേലെ. അവരില്ലേ ഒന്ന് സന്യാസി പോലെ ഇരിക്കണേ. നോക്കി നോക്കടി ഓരോ നീന്തി വരുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയല്ലേ? ഈ ചെക്കനെയും കൊണ്ട് ഓനെ ഒക്കെ മാത്രം നോക്കണല്ലോ. ബോട്ടുണ്ടല്ലോ, പണ്ട് ഇതില് ബോട്ടിങ് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? ആ മോടെ നീളം കൂടിയ കൊക്കുണ്ടോ? ഇതിന് വെള്ളത്തിനുള്ളിൽ ശ്വാസം കിട്ടുമോ? നമുക്ക് ഒഴിവാക്കുന്നത് താറാവ് പോലെ അല്ലേ? ഉറങ്ങാണ്. 2 കൊക്കളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആരും തമ്മില് ഈ 2 കൊക്കാണ് ചുണ്ടൊക്കെ ഞാൻ എന്തോ ബന്ധം അല്ലേ? ചെറിയ കൊക്കിനെ കണ്ടോ? കണ്ടോ? അതാ ഈ കുഞ്ഞി കൊക്ക് കണ്ടോ? അതിന്റെ കുട്ടിയാണേ ഫാത്തിമ. കുട്ടി താറാവ് പോലത്തെ നോക്ക്. അതുണ്ടോ കുഞ്ഞിത്? ഈ കറുപ്പ് നിക്കണേന്റെ വരിക്ക് അങ്ങോട്ട് നോക്ക്. പാലത്തിന്റെ അപ്പുറത്ത് കണ്ടോ? ഇനി നീന്താൻ വിരിഞ്ഞുണ്ടായത്. അപ്പൊ ഇവര് ടോയ്ലറ്റ് പോകാനപ്പോ എത്ര രൂപ? ഇതല്ലേലും ഇപ്പൊ ടൂർ പോകല് ഇത്ര തന്നെയല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേനും അനക്ക് വേഗം മടുക്കും. അതാ പുറത്തു കൂടെ നടക്കുന്നു കൊറേ എണ്ണം.
അതിൻ്റെ മേത്ത് എപ്പോഴും ചെളിയും ചേറും ഒരു ഓയിലും ഒക്കെ ഉണ്ടാവും. അതാ അവിടെ നോക്ക്. ഞാൻ വിചാരിച്ച പോലെ അല്ല. ഒന്നേ ഉള്ളൂ. അതിന്റെ എണ്ണ എവിടെയാ അപ്പൊ? അതിന്റെ അടുത്ത് വിളിച്ചോക്കാം. അതിന്റെ നമ്പർ അറിയോ? 1 2 3 4 മാനുണ്ട് അല്ലേ? മാനതാ അവിടെ കിടക്കണമെന്ന്. അതിന്റെ ഉള്ളിലും സാമ്പാർ ഡിയർന്ന് ഇംഗ്ലീഷിൽ. എനിക്കൊന്ന് പിടിച്ചോ പിടിക്കും വിളിക്കില്ല. നമ്മള് കണ്ടില്ല 3 എന്തോ പൊട്ടിച്ചാടി. എന്താ പൊട്ടിച്ചാടി? പോയില്ലേ? അത് സ്റ്റാച്ചു അല്ലേ? നോ, അത് പോസിലിരിക്കുക. ഗണേശ് 2009 ജനിച്ചത്. ഇതിന് പെണ്ണില്ലേ? അയാള് പോണേന്ന് കണ്ടിട്ടാണ്. ല്ലോ അല്ലേ? ദേഷ്യാണ്. അതാ അതാ അയാള് വിളിച്ച അങ്ങോട്ട് പോകും. ഇതാ നാഫി വിളിക്കണ്ട്. Hey friend, come on yaar. ഷോ ഇല്ലടി, സിംഹം ഷോ കാട്ടൂല. സിംഹത്തിന് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് കിങ്. ഓ മറ്റോന്റെ എന്തായിരുന്നു ഷോ? നിങ്ങളൊന്ന് എന്തെങ്കിലും എടീ അപ്പുറത്തേലുണ്ട്. അതോ കണ്ടോ? അവനൊരു ഷോക്കാരനാവും.
തള്ള അപ്പൊ ഇതിന്റെ വേണമെങ്കിൽ ശക്തി പോകാനും സാധ്യത ഉണ്ടാവും കൊണ്ടുപോകുന്നൂല്ലേ? ഇതിന് ഷോ ഓഫ് ഉണ്ട്, മറ്റേത് ഒതുങ്ങിയിരുന്നു. നല്ല കുട്ടി, നല്ല കുട്ടി. ഓലോട് വരിക്കിരിക്കാൻ പറഞ്ഞു, അപ്പൊ വരിക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ എടുത്തോണ്ട് വന്നു ചത്തുക്ക. വീഡിയോ എടുക്കാനാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. നല്ല പറ്റിയ അയ്യോ അമ്മ, എൻ്റെ ഉമ്മ വീഡിയോ എടുക്കട്ടെ, എൻ്റെ എനിക്ക് സ്റ്റോറേജാ. ഞാൻ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഇതിട്ട് കൊടുത്താലോ അതിന് ചക്ക. പോവാണ്. ബയോളജി പഠിച്ചത് നോക്കുകയാണെങ്കിൽ വല്യപ്പാണ്ട് വല്യപ്പാണ്ട് ആദ്യം ഒരാളായിട്ട് നമ്മുടെ കുടുംബം. മുയല് നോക്ക്, ഉമ്മ വെച്ചോണ്ട് നടക്കണം. ഒരു മുയലിറക്കിയിട്ട് പാവട്ടോ, അതിനെ ഇറക്കി കൊന്നിക്കണല്ലേ, കത്തിട്ടില്ല. എന്നിട്ട് ഇത് നോക്ക്, പോയി കൊടുക്കണ പോകല്ലേ. കടി കൊടുത്താൽ മതി. എന്തിനാ അതിനെടുത്തു? കബഡി ഒന്ന് ലോങ്സ്റ്റ് സ്നേക്ക് ഇൻ വേൾഡ്. ഇക്ക ഇവിടെ വാ. നമുക്ക് അതിന്റെ ജീവൻ പോകും, അതിനുള്ളതാണ് ഇത്. പാവല്ലേ, നോക്ക് മുയലിന് ഇരിക്കാണ്. നോക്ക്, അത് ചാവുന്നത് കാണാൻ വയ്യ. ഇതെങ്ങനെ അതിന്റെ ചുറ്റും ഒന്നിനെ വിഴുങ്ങിക്കുന്നതാ തോന്നണം. കുറ്റിൽ കോബ്ര ഇല്ലല്ലോ.
നമ്മൾ വള്ളിക്കെട്ടെന്നൊക്കെ പറയും. നമ്മൾ വള്ളിക്കെട്ടെന്നുള്ള പാമ്പാണ്, ചെറുതായിരിക്കും, പക്ഷെ ഭയങ്കര വശമാണ്, ഭയങ്കര വശമാണ്. ആണോ? രണ്ട് തല ഉണ്ടാവും, പക്ഷെ ഒരു തല കടിക്കുള്ളൂ, മറ്റേ തല അതേപോലെ ഉണ്ടാവും. കാണാനല്ലോ ആളെ. കരിക്കുനിയൻ പാമ്പ് എന്താ നല്ല രസമായിരിക്കും കാണാൻ. അവിടെ ഉണ്ട് പാമ്പ്, തന്നെയാണ് ആ മണ്ണുപൊടിയിട്ടാണ് കാണാത്തത്. ഭയങ്കര വിലയുണ്ടായി, സ്റ്റാർ പോലുള്ള സാധാരണ ഉള്ളൂ. പൂച്ചക്കണ്ണൊന്നല്ലല്ലോ, അതാ മരത്തുമൊന്ന് ചുറ്റി പണിഞ്ഞ് കിടക്കുന്നുണ്ട്. മഞ്ഞച്ചേര എടുത്ത് കാണാം അല്ലേ? അത് ഏരിയയിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാത്ര ചേരണമെങ്കിൽ മലമ്പുഴ പോകുമ്പോൾ രണ്ടോ നോക്കി കിടക്കാണ്. ഒന്ന് നീങ്ങും. കല്യാണം ഒതുങ്ങില്ലത്. ആൾക്കാരെ കണ്ടു പെട്ടപ്പോൾ ഇതാണ് നാഫിന്റെ. ഇതിന് വിഷമൊന്നുമില്ലേ? ഏറ്റവും കൂടുതൽ വിഷമമാണത്. പിന്നെ ഇതിനൊന്നും വിഷമില്ല നോക്ക്. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് കടൽപ്പാമ്പിനാണ്. അതിന് വിഷമല്ലടാ, നോൺ വിനമസ് ആണ്. പാമ്പില്ലേ ഇവിടെ നാലഞ്ച് പാമ്പിലിട്ടിട്ടാണ്. മൂർഖനെ പോലെ പത്ത് വിടർക്കും അല്ലേ? പാമ്പിനെ കിണച്ചാൽ അത് കൈ കൊണ്ട് ഇങ്ങനെ പോയി പിടിക്കണതേ. വെള്ളം കുടിക്കാൻ പറ്റുന്നു പൈസ എപ്പോഴും മുട്ടുന്നത് അല്ലേ? നമ്മളെ തിന്നൊന്നും ചെയ്യൂലോ. എവിടെ നിൽക്കാൻ പോക്കാൻ തട്ടിയാ പോവും, ഔട്ടാവും. അതുകൊണ്ട് അത്രയും വലുതായിട്ടുണ്ടാവും. എന്നിട്ട് എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞു അപ്പുറത്തൊരു കോബ്ര ഉണ്ട്. ഇതാവും എൻ്റെ പെണ്ണ് ചിലപ്പോൾ ഇതാവും. രാജവെമ്പാലയാണ് ഏറ്റവും വിഷം കൂടിയ കടലിലെ പാമ്പ്. കടലിലെ പാമ്പിനാണ് പിന്നീട് നല്ല വിഷം. അതാ അവിടെ ഉണ്ട്, നോക്ക്, നേരെ നോക്ക് നോക്കട്ടെ. അതാ ഒരു ചന്തള്ള പാമ്പ്. ഇതാണ് നാഗത്താൻ പാമ്പ്. ആട് പാമ്പാടാട് പാമ്പേ. അത് ആടോ കൈനിപ്പോ എന്ത് മ്യൂസിക് കിട്ടിയിട്ടാണ് ഇതിനൊക്കെ ഊതിയ പാറു. അങ്ങനെ സൂലും
നമ്മുടെ പാമ്പിൻ്റെ റെപ്റ്റൈൽസൊക്കെ ഉള്ളതും. ഇനി അക്വേറിയം ഉണ്ട് കേട്ടോ, ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല. അക്വേറിയം ഉണ്ട്, അതുപോലെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഉണ്ട്, അതുപോലെ നമ്മളുടെ ആർട്ട് മ്യൂസിയം ഉണ്ട്. ഇതൊക്കെ കാണാനുണ്ട് കേട്ടോ അവിടെ. ഏകദേശം ഒരു ദിവസം തന്നെ. ഞങ്ങൾക്ക് കോവളത്തേക്ക് ബീച്ചിലേക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ബീച്ചാണ് കുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ രാത്രി റിട്ടേൺ ഇവിടെ എത്തും വേണം. അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് അതിൻ്റെ ഒരു ദിവസം വന്ന് ഫുള്ള് എല്ലായിടവും കറങ്ങാം എന്നുള്ള ധാരണയിൽ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊന്ന് 3D ഷോ ഉണ്ടായിരുന്നു അവിടെ. അത് ഒരു ആവറേജ് ആയിരുന്നു 3D ഷോ, വലിയ രസമൊന്നുമില്ല. ദിനോസേഴ്സിൻ്റെ കഥ പറയണ ഒരു 3D ഷോ ആയിരുന്നു. ഞാൻ കയറിയില്ല, എനിക്ക് ഒന്നാമത് തലവേദന വന്നിരുന്നു. അപ്പോൾ ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലും കയറിയില്ല കേട്ടോ. അതൊന്നും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് ഇനി ബീച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അടുത്ത് ശംഖുമുഖം ബീച്ചും അതുപോലെ ലുലു മാളും ഒക്കെയാണ് ഇന്ന് ഏകദേശം. എന്നാലും ഞങ്ങൾ പോയത് കോവളം ബീച്ചാണ്. കാരണം കേരളത്തിലെ നമ്പർ 1 ബീച്ചാണ് കോവളം. അപ്പോൾ തിരുവനന്തപുരം വന്നിട്ട് കോവളം കാണാതിരിക്കുന്നത് മോശമല്ലേ പറഞ്ഞിട്ട്. ഇവിടുന്ന് ഓട്ടോ ചാർജ് ആണെങ്കിൽ ഏകദേശം 350 രൂപ വരും. ഞങ്ങൾ കിട്ടിയ ഓട്ടോക്കാരൻ ഒരു നല്ല ഓട്ടോക്കാരനായിരുന്നു. അയാൾ നമ്മളെ കോവളം ബീച്ചിലെത്തിച്ചു. എന്നിട്ട് തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അതായത് KSRTC സ്റ്റാൻഡും അടുത്ത് തന്നെയാണ്, അവിടേക്കും കൂടി ഡ്രോപ്പ് ചെയ്തു. 500 രൂപയായി കേട്ടോ ഓട്ടോ ചാർജ്. അതിൽ വരുന്ന വഴിക്ക് നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു സെൽഫി എടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇറങ്ങി കാണാനൊന്നും നിന്നിട്ടില്ല. കാരണം കുട്ടികൾക്ക് കോവളം ബീച്ചാണ് ഇപ്പോൾ ലക്ഷ്യം. അപ്പോൾ കോവളം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ടൈം ഉള്ളവരാണെങ്കിൽ ഇവിടെ ശംഖുമുഖം ഉണ്ട്, ഹവ ബീച്ച് ഉണ്ട്, അതുപോലെ ലുലു മാൾ ഉണ്ട്, പിന്നെ അതുപോലെ വരുന്ന വഴിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഓട്ടോ ഒരു ദിവസത്തിന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എല്ലായിടത്തും കറങ്ങണ പോലെ ആക്കുമായിരിക്കും നല്ലത്. ട്രോളൊക്കെ ഉണ്ട്. നമ്മൾ സ്വന്തം വണ്ടിയിലാണെങ്കിൽ ട്രോളും ഇതൊക്കെ ആയിട്ട് വരുമല്ലോ, പെട്രോളും ഒക്കെ പാടെ വരും. ഓട്ടോക്കാരാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും കാണിച്ചു തരും, അല്ലെങ്കിൽ ടാക്സി എടുത്താലും മതി. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കുട്ടികൾ സത്യത്തിൽ ഓട്ടോയിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. അപ്പോൾ എല്ലാതുമായി അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. ബീച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഡ്രസ്സൊക്കെ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ട്രൗസറൊക്കെ കരുത്തിയിട്ട് പോണതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എവിടെ ഡ്രസ്സ് എൻ്റെ? നാഫി ഐസും കെട്ടോ വന്നിക്ക, നോക്ക് ഐസും കെട്ടോ വന്നിക്ക, പിടിച്ചു കടലിൽ നിന്ന്. ജെല്ലി ഫിഷാ എടാ, അത് ഡേഞ്ചറാട്ടോ. ഫിഷാ, ജെല്ലി ഫിഷാ അതേപോലെ തോന്നുന്നു. ജെല്ലി ഫിഷാണ് തോന്നുന്നു. കണ്ടോ, അതിലിട്ടേക്ക്, കുപ്പിയിലിട്ടേക്ക് നമുക്ക് കിട്ടിയതൊക്കെ കുപ്പിയിലിട്ടേക്കാം. അത് നല്ല. ആക്ച്വലി ഇത് ജെല്ലി ഫിഷ് ഒന്നുമല്ല, മീനിൻ്റെ മുട്ട വിരിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ മറുപിള്ള, അതുപോലെ എന്തോ ഒരു സംഭവമാണ്. നമുക്കത് അറിയില്ലായിരുന്നു. അവിടെ ഓട്ടോക്കാരനാണത് പറഞ്ഞത്. അത് കാണിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കോഴിമുട്ടൻ്റെയൊക്കെ ഉള്ളിലുണ്ടാവില്ലേ അതേപോലെ ഒരു പീസാണത്. ജെല്ലി ഫിഷാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇവ എന്ത് കിട്ടിയാലും നമ്മൾ കടലിൽ നിന്ന് കിട്ടണതല്ലേ, അതൊരു രസം. അപ്പം അങ്ങനെ എടുത്തു വെച്ചു. പക്ഷെ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കക്കകളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു തീരം, ഒഴിഞ്ഞൊരു തീരമാണ്, നല്ല ഭംഗിയുണ്ട്. കോവളം ബീച്ച് ഏറ്റവും മോസ്റ്റ് വണ്ടർഫുൾ ബീച്ചാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളം കയറിയിട്ടൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നശിച്ച പോലെയൊക്കെ ഉണ്ട്. എനിവേ ബെറ്ററാണ്. ഒഴിഞ്ഞ് വന്ന് നമുക്ക് ഇരിക്കാനും വെയിൽ കൊള്ളാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വിറ്റാമിൻ ഡിയുടെ കുറവൊന്നും വരില്ല, വിദേശികൾക്കാണല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. ഇവിടെയൊക്കെ ഗാർഡൊക്കെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ചുമന്ന കൊടിയൊക്കെ കാണിക്കുന്നത് കുറച്ച് അപ്പുറത്തേക്ക് പോലും ഇറങ്ങരുത് എന്നൊക്കെയാണ് അവർ നിർദ്ദേശങ്ങൾ തരുന്നത്. മഴയാണെങ്കിൽ ഇരുണ്ട് കൂടി വരുന്നുണ്ട്.
അപ്പോൾ എന്താ നമുക്കാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകും വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടാൻ കുറച്ച് നേരം മണലിലും കടലിലും ഒക്കെ കളിപ്പിച്ച് നമ്മൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ ദൂരമൊന്നും പോവാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേനും വിസിലൂതിയിട്ട് കയറാൻ പറയുന്നുണ്ട്. കാരണം നല്ല മഴയാണ് വരുന്നത്. വിദേശികളൊക്കെ ഉണ്ടാവണ കുറേ വിദേശികൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ വെയിലില്ലാത്തതുകൊണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്കാണ് വരാറ്. പക്ഷേ ഇപ്പോൾ അധികം വിദേശികളൊന്നുമില്ല. കൊറോണ കാലമായതുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ തന്നെയാണ്. കുറച്ചൊക്കെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരും, കാരണം തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് ബോർഡർ തന്നെയാണ്, 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തമിഴ്നാടാണല്ലോ. പിന്നെ അതുപോലെ കുറേ ഹിന്ദി സംസാരിക്കുന്ന വിദേശി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ലോക്കൽ ആൾക്കാരൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഓട്ടോ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികളൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ മുന്നേ രാവിലെ വരുമ്പോൾ ഡ്രസ്സ് മാറ്റാനും അതുപോലെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സേഫ് ഡോർമെട്രി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത്. അത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സമീപം തന്നെയാണ്. 50 രൂപയ്ക്ക് നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങും ഒക്കെ ഇതാവും. അപ്പോൾ 3 ആളുണ്ടെങ്കിൽ 150 രൂപയ്ക്ക് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി കുളിച്ച് ഫ്രഷായിട്ട് വരാം. കുറച്ച് നേരം നമുക്കൊരു റൂം തന്നെ അവർ അലോട്ട് ചെയ്തായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ സൂവിലേക്കൊക്കെ പോയത്. തിരിച്ചു പോകുമ്പോഴും അവിടെ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നത് 3:45 KSRTCയിലാണ്. കാരണം ട്രെയിനാണെങ്കിൽ രാത്രിയാവും. നമുക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേനും പുലർച്ചെ ആവും. നമുക്ക് സ്കൂളിലാണെങ്കിൽ മീറ്റിങ്ങും അതുപോലെ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ് പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനോ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാനോ ടൈം ഉണ്ടായിരുന്നില്ല. നമുക്ക് തിരിച്ച് വേഗം നാട്ടിലെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി വെക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഒഴിഞ്ഞ് എന്തായാലും പോകാൻ പറ്റുന്ന വലിയ ടിക്കറ്റ് നല്ല തിരക്കൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ ട്രെയിനിനൊന്നും വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈസിയായി പോയി നമുക്ക് കറങ്ങാവുന്ന ഒരു പ്ലേസാണ് തിരുവനന്തപുരം. അപ്പോൾ എല്ലാവിധ എൻജോയ്മെൻറ്റും ഉണ്ട്. പുതിയ ലുലുവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു വട്ടം പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. അങ്ങനെ കടലാണെങ്കിൽ മഴ പെയ്യുന്നത് കൊണ്ട് നല്ല ശോഭിച്ച് വരികയാണ്. ഭയങ്കര തിരമാലകളാണ്. എന്നാലും കഴിയുന്ന വിധത്തിൽ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. വെള്ളം കണ്ടാൽ പിന്നെ എൻ്റെ പോലെ തന്നെ കുട്ടികളും വെള്ളത്തിൽ കയറണത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കടൽ കാണുന്നതും കടലിൽ കളിക്കുന്നതും ഒക്കെ. നമ്മുടെ പുഴകളിലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇങ്ങനെ പ്ലാൻഡ് അല്ലാതെ പോയതുകൊണ്ടും അതുപോലെ നമ്മൾ ഡ്രസ്സൊന്നും കാര്യമായിട്ട് എടുക്കാതൊക്കെ ഇരുന്നത് കൊണ്ടൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ലഗേജ് കുറവായിരുന്നു. നമ്മൾ കയ്യിൽ ലഗേജൊന്നും കരുതാത്തത് കൊണ്ട് അതിങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ KSRTCയിലാണ് തിരിച്ചു പോകുന്നത്. 3:40 അവിടെ നിന്ന് എടുക്കുന്ന KSRTC 10 മണിക്കൂറാണ് യാത്ര. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. KSRTC ആയതുകൊണ്ട് തന്നെ നല്ല നിവർന്നിരിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് ഉറങ്ങി. നമ്മൾ ട്രെയിനിൽ ഉറങ്ങിയതിനേക്കാളും ശരിക്കും ബസ്സിൽ കയറിയിട്ട് ഉറങ്ങി ക്ഷീണം. അതുപോലെ അത് രാത്രിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി. പക്ഷേ ടിക്കറ്റ് ചാർജ് ട്രെയിനിനേക്കാളിലും ഇരട്ടിയാണ് നമ്മുടെ KSRTCയിലൊക്കെ വരുന്നത്. വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് റിസ്ക് ഒന്നുമില്ലല്ലോ. ഡ്രൈവ് ചെയ്ത് വരുന്ന റിസ്ക്കും അതുപോലെ ഉള്ള റിസ്ക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് സൈഡ് സീൻ. മറ്റേ ട്രെയിനിലാവുമ്പോൾ രാത്രി തന്നെയാണ് യാത്ര. അപ്പോൾ ഈ കാഴ്ചകളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഇത് നമ്മുടെ ബീച്ച് വ്യൂ അതുപോലെ മത്സ്യബന്ധന കേന്ദ്രങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചു വന്നു ബസ്സിൽ. വലിയൊരു
കുട്ടികൾക്കൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ലെങ്കിലും എനിക്ക് ആകെ അലർജിക് പ്രോബ്ലമായി. പിന്നെ ഒന്നാമത് തിരിച്ചു വന്ന് റെസ്റ്റൊന്നും എടുക്കാത്തത് കൊണ്ട് ക്ഷീണമൊക്കെ ആയിട്ട് ആകെ ഒരു പ്ലാൻഡ് അല്ലാത്തതിൻ്റെ പ്രശ്നം എനിക്ക് വന്നു. എങ്കിൽ കൂടി നല്ലൊരു രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. ഇനിയൊരു ഒഴിഞ്ഞ് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് പ്ലാൻ ചെയ്ത് പോയി റൂമൊക്കെ എടുത്ത് നിന്ന് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോലീസുകാരുടെ ഭയങ്കര സേവനം. എല്ലായിടത്തും തലസ്ഥാന നഗരി ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും പോലീസുകാരുണ്ട്. ഓട്ടോ വിളിക്കുമ്പോൾ കൂടി പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ചാർജ് വളരെ കുറവായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർ തോന്നിയ ചാർജൊക്കെ ഈടാക്കുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ കൊല്ലം ഭാഗത്തൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകളൊക്കെ റോഡ് പണി ആയതുകൊണ്ട് ബിൽഡിങ്ങുകളുടെ മുഖമൊക്കെ പൊളിച്ചിട്ട അവസ്ഥയായിരുന്നു. ഒരു ഒട്ടകത്തിനെ കണ്ടപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. മൃഗശാലയിൽ നിന്ന് ഏതായാലും ഒട്ടകത്തിനെ കാണാൻ പറ്റിയില്ല. ഇത് അറുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് തോന്നുന്നു മൂരിനെ ഒട്ടകത്തിനൊക്കെ. അപ്പോൾ ഇവിടെ ഒട്ടകയിറച്ചിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. നമ്മളെന്തായാലും ഇറങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. KSRTCയിൽ വരികയാണെങ്കിലും KSRTC ഇങ്ങനെ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു റോട്ടിലൊക്കെ, മഴ പെയ്തിട്ടൊക്കെ. ഈ റോഡ് പണിയും ഒക്കെ ആയിട്ടായിരിക്കും. പക്ഷേ KSRTCക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുക്കും. ബാക്കി വാഹനങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിലും KSRTCനെ അവർ പോലീസുകാർ കടത്തി വിടുന്നുണ്ട്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ KSRTCയിലായിട്ട് കൂടി വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഏകദേശം 2:15 ആയപ്പോൾ ഞങ്ങൾ പാലക്കാട് ഡിപ്പോയിൽ എത്തി. കറക്റ്റ് ടൈം അവർ പറഞ്ഞ അതേ ടൈമിൽ കറക്റ്റ് ടൈമിൽ മിസ്സാവാതെ നമുക്ക് എത്തിച്ചു തന്നു KSRTCക്കാർ. പിന്നെ നമ്മൾ സീറ്റൊക്കെ ഓൾറെഡി സീറ്റൊക്കെ കുട്ടികൾക്കടക്കം ടിക്കറ്റ് എടുത്തുകൊണ്ട് കുട്ടികളൊക്കെ ഇരുത്തി കൊണ്ടുവന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് തന്നെ എടുക്കണ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും സീറ്റും കിട്ടി. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എടുക്കണ വണ്ടി ആയതുകൊണ്ട്. പിന്നെ അവർ നമുക്ക് മൂത്രമൊഴിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം മറ്റോ ഡിപ്പോയിൽ നിർത്തി ഫുഡൊക്കെ കഴിക്കാം അവിടെ വേണമെങ്കിൽ. അങ്ങനെ ഓരോ ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ ഡിപ്പോകളിലൊക്കെ 10 മിനിറ്റും 20 മിനിറ്റൊക്കെ കണ്ടക്ടർ പറയും. നല്ല സഹകരണമാണ് ഫീൽ ചെയ്തത്. ഗവൺമെൻറ് സർവീസ് അതുപോലെ പോലീസുകാരുടെ ഒക്കെ നല്ല ഒരു സഹകരണമാണ് ഫീൽ ചെയ്തത്. ശരിക്കും ട്രെയിൻ യാത്രയേക്കാളും സേഫാണ് KSRTCയിലുള്ള യാത്ര എന്ന് പറയുന്നത്. ട്രെയിൻ യാത്രയിൽ നമ്മളാരും നോക്കാനോ നിയന്ത്രിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തി. രാത്രി ഫുഡൊന്നും കാര്യമായി കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് നെയ്ച്ചോറും നല്ല കരൾ വരട്ടിയതൊക്കെ കഴിച്ച് നല്ല ഫുള്ളാക്കിയിട്ട് വന്നു. കാരണം വീട്ടിൽ വന്നാലും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ. അപ്പോൾ ഒലവക്കോടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. പൊറോട്ടയും ബീഫും ഒക്കെ ഉണ്ട്. രാത്രി പോലും നല്ല അടിപൊളിയായിട്ട് ചൂട് കൊടുക്കാൻ കിട്ടുന്ന കടകളുണ്ട്. അതന്നെ ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ. നമുക്ക് വേണ്ടി ആരൊക്കെയോ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പൈസ കൊടുത്താൽ കൂടി നമുക്ക് ആ നേരത്തൊക്കെ കിട്ടുക എന്നുള്ളത് 4 മണി, ഏകദേശം 4 മണി 3 മണി എന്തായാലും കഴിഞ്ഞിരിക്കണം. 3-3:15 ആയ സമയത്താണ് ഹോട്ടൽ ഗ്രീൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് നമുക്ക് ഒലവക്കോട് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഏകദേശം പുതുപ്പരിയാരൊക്കെ എത്താനാവണേൻ്റെ അവിടെ. അപ്പോഴും രാത്രി അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്തത് നമുക്ക് വളരെ ഒരു ഉപകാരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം യാത്രയുടെ ഒരു ക്വിക്കായിട്ടുള്ള പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ പോയൊരു തിരുവനന്തപുരം യാത്രയുടെ വിശേഷങ്ങളാണ് ഇത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. സ്കൂൾ തുറക്കുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള വീഡിയോ കാണാം. ബൈ. സീ യു.